നമ്മളിന്ന് കുക്കർ ബിരിയാണി വെക്കാൻ പോകുന്നു. കുക്കർ ചിക്കൻ ബിരിയാണി. അതിന് 1/2 കിലോ ചിക്കൻ നമ്മൾ മസാല എല്ലാം പരത്തി വെച്ചു. 4 മീഡിയം സൈസ് സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കണം. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ പട്ട, ഗ്രാമ്പൂ, ചെറിയ വലിയ ജീരകം, ബേ ലീഫ്. പിന്നെ 3 ഗ്ലാസ് അരിക്ക് ഒരു 1 hour മുന്നാടി പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കണം. 2 മീഡിയം സൈസ് തക്കാളി. നെയ്യ് ഒഴിച്ച് കൊടുത്തു. പട്ട, ഗ്രാമ്പ്, മസാല എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ ഇല നിങ്ങൾക്കറിയാം, ഇത് ബിരിയാണിക്കകത്തിടുന്ന ഒരു ഇലയാണ്. എന്താ പേരെനിക്കറിയത്തില്ല. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമ്മളിനി അരി വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാതെ. ഈ കുക്കർ ബിരിയാണി എന്ന് പറയാൻ നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ നല്ലൊരു രുചിയാണ്. കോഴി ഇത്ര പോരാ, എന്നാലും ഓക്കെ. ബിരിയാണിക്ക് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് കല്ലാണ്. ഉപ്പ് കല്ല് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് വരുന്നെന്ന് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ പേസ്റ്റില്ല, ഇഞ്ചി, പൂണ്ട്, വെളുത്തുള്ളിയെല്ലാം പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കണം. ഈ കുക്കർ ബിരിയാണി എന്ന് പറഞ്ഞാൽ സാധനം അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുമത്. കാരണം കോഴി നമ്മൾ 65 വറുത്തെടുത്ത് വെച്ചാൽ മാത്രം മതി. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് അരയ്ക്കണം. അന്നേരം ആ ചെറിയ ഉള്ളിക്ക് ഒരു പുതിയ ടേസ്റ്റാണ്. അതിന് വേണ്ടിയാണ് ചെറിയ ഉള്ളിയും കൂടെ ബിരിയാണിക്കകത്ത് ഇടുന്നത്. ശകലം കറിവേപ്പിലയും കൂടെ അരച്ച് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ഇത്രയും പേസ്റ്റായിട്ട് അരയ്ക്കണം. ഉള്ളി ഒരുമാതിരി മൂത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കണം. നല്ലപോലെ മൂക്കണം. അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചാൽ തക്കാളി ഇട്ട് നന്നായി ഇളക്കുക. എല്ലാം നല്ല മിക്സിങ് നല്ല സൂപ്പറായിരിക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാം ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വേണ്ടത് മുളക് പൊടി. നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇടാം. ഞാനിവിടെ കാശ്മീരി പൗഡറാണ് ഇടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടി. ചിലർ കളർ ഇടും. ഞാനിവിടെ മഞ്ഞൾ പൊടിയാണ് ഇടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ശക്തിയുടെ ശകലം ബിരിയാണി മസാല ഇടുന്നുണ്ട്. അത് ചോയ്സാണ്. നമുക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ. അതുകൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ക്ലാരിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. പുക കൊണ്ട് ക്യാമറയുടെ ലെൻസ് മറയുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കഴുകി വൃത്തിയാക്കി മസാല എല്ലാം പരത്തി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കിലോ ചിക്കന് ബാക്കി നമ്മൾ 65 പോലെ വറുത്തെടുത്താൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊന്ന് ഒരു മിനിറ്റ് നമ്മളൊന്ന് മൂടി വെക്കണം. അന്നേരം ഈ ചിക്കൻ്റെ അകത്ത് വെള്ളമെല്ലാം ഇറങ്ങി വരും. അതിന് വേണ്ടിയാണ്. ചിക്കനെല്ലാം ഒരുമാതിരി ഒന്ന് വാടിയിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ആ അളന്നെടുത്തേക്കുന്ന ഏത് ഗ്ലാസ്സാണോ ആ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കണം. ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സാണ് എടുത്തേക്കുന്ന അരി. അതിന് 1.5 ഗ്ലാസ് വെള്ളം വെക്കണം. അന്നേരമാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് അരിയൊക്കെ അല്ലെങ്കിൽ വെന്ത് അരി എല്ലാം ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാണ്. അരിയുടെ വേവ് അനുസരിച്ചാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഞാൻ എടുത്തേക്കുന്ന അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വേണം. അത് കാരണം അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തൈര് ഒഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ തൈര് നല്ലതാണ്. ഒരു 1/4 കപ്പ് തൈര്. വീഡിയോ നീണ്ടു പോകുന്നതിന് അല്ലാതെ ഇത് കാണിക്കാൻ പറ്റില്ല. ഇനി ശകലം ബട്ടർ കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തതാണ്. അത് കാരണം ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ലെമൺ ഒഴിക്കുന്നില്ല. കാരണം എനിക്കിവിടെ ഒരു നായ്ക്കുട്ടിയുണ്ട്, എൻ്റെ ബ്രൂണോ. അവനും കഴിക്കും. അത് കാരണം ഞാൻ ലെമൺ ഇടുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അത് ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ ഉപ്പെല്ലാം ഇപ്പോൾ ഇടാം. പിന്നെ എന്തെങ്കിലും മസാലയുടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളൊരു ശകലം പഞ്ചസാരയും കൂടെ ഇടും. ആ കോമ്പിനേഷൻ ശരിയാകാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ
ഇത് അടച്ച് വെച്ച് ഒറ്റ വിസിൽ, ഒരു വിസിൽ കഴിയുന്നോടനെ നമ്മൾ ഓഫ് ചെയ്യണം. അത് ഒരു ശക്കലം പഞ്ചസാരയും കൂടി ഇട്ടണം. ഒരു നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. ഇതാ 1/2 സ്പൂണ് ഷുഗർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് ഒറ്റ വിസിൽ. അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വേണ്ടേ, ചോറൊന്നും അങ്ങനെ ഒട്ടിയിട്ടില്ല, അരികൾ തമ്മിൽ ഒട്ടിയിട്ടില്ല. നല്ല രുചിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം താങ്ക് യു ഫ്രണ്ട്സ്. ബിരിയാണിയുടെ മണം അടിച്ചുകൊണ്ട് ആളിവിടെ വന്ന് കിടപ്പുണ്ട്, കണ്ടോ മോനെ. കുക്കർ തുറന്നോടനെ ആൾ മണം അടിച്ച് ആൾ ഓടിയെത്തി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.